ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെബിൻസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ലോകത്തിലെ തന്നെ ലോങ്ങസ്റ്റ് പ്ലേസ് നെയിം ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇത് ന്യൂസിലാൻഡിലുള്ള ഓക്സ്ബേയിലുള്ളൊരു സ്ഥലമാണ്. താമസ്റ്റൺ നോർത്തിൽ നിന്ന് 2 മണിക്കൂറാണ് നമുക്ക് അങ്ങോട്ട് ഡ്രൈവ് ഉള്ളത്. ഇന്ന് ഏകദേശം നല്ലൊരു മഴ ദിവസമാണ്, പക്ഷേ നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കുവാണ്. നമുക്ക് ഏകദേശം 2 മണിക്കൂർ അങ്ങോട്ടുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും മഴയൊക്കെ കുറഞ്ഞ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റ് ആയി തീരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഡെലിവറിക്ക് നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് നമ്മൾ ഇങ്ങോട്ട് കയറി പോകുന്നത്. കാരണം ഇത് തീർത്തും വണ്ടികളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു റോഡാണിത്. വെബർ റോഡ് എന്ന് പറയുന്ന റോഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഓരോ വണ്ടികൾ കാണാതിരിക്കും. അങ്ങനെ ഫാമിലെ വണ്ടികളും പിന്നെ മെയിൻ്റനൻസിന് പോകുന്ന വണ്ടികളൊക്കെയാണ് ഈ വഴി കാണുന്നത്. ഇവിടെയൊക്കെ കുറേ ഫാമുകളാണ് ഫുള്ള്. ലോകത്തിലെ തന്നെ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു പേര് ലോങ്ങസ്റ്റ് നെയിം ആയത് കാരണമാണ് നമ്മൾ പോയി കാണാമെന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്ത് കാണാൻ പോകുന്നത്. കാരണം ഇവിടെ കൂടുതൽ നമുക്ക് ഈ പൈൻ മരത്തിൻ്റെ കൂട്ട് ഫോറസ്റ്റുകളാണ്. ഇവിടെയൊക്കെ പൈൻ മരങ്ങളാണ് ഇവിടെ ഈ ഫാമേഴ്സ് കൂടുതൽ നട്ടുപിടിപ്പിച്ചേക്കുന്നത്. നമുക്ക് ഈ ആടുകളും പശുക്കളൊക്കെ കാണാൻ കുറവാണ് ഈ റൂട്ട്. ഉണ്ട് എന്നാ പറഞ്ഞാലും ഈ ഒത്തിരി കുന്നുകളൊക്കെ ആയത് കാരണം ഈ മരം വെച്ച് പിടിപ്പിക്കുന്ന അവർക്ക് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കേസെന്നായിരിക്കും. അത് കാരണം തന്നെ ഇവിടെ മൊത്തം കണ്ടോ ഈ പൈൻ മരങ്ങളൊക്കെ മുറിച്ച് നമുക്ക് കാണാൻ പറ്റിയ സൈഡിൽ കൂടെയൊക്കെ. നമ്മൾ നീണ്ട 2 മണിക്കൂർ ഡ്രൈവിന് ശേഷം ആ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ലോങ്ങസ്റ്റ് പ്ലേസ് നെയിം ഇൻ ദ വേൾഡ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലോങ്ങസ്റ്റ് പ്ലേസ് നെയിം 2 മണിക്കൂർ ഡ്രൈവ് ചെയ്താലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ പേരുണ്ടായിരുന്നു. ഇച്ചിരി തിരക്കായിരുന്നു, എന്നാലും കുഴപ്പമില്ല. എന്തായാലും അവിടെ പോയി അത് കണ്ടു. കാരണം ഗിന്നസ് വേൾഡ് റെക്കോർഡിലുള്ള ഒരു സ്ഥലമല്ലേ. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് വെബർ റോഡിൽ നിന്ന് ഒപ്പറ റോഡ് എന്ന് പറഞ്ഞ റോഡ് കണ്ടു. അവിടെയാണ് വൈഹി ഫാൾസ്. കാരണം ഒത്തിരി പേരൊക്കെ പോയി വരുന്ന ഒരു ഫാൾസാണ് വൈഹി ഫാൾസ്. അത് നമ്മൾ വെബർ റോഡിൽ കൂടെ വരുമ്പോഴത്തേക്കും ഒപ്പറ റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട്. അത് തിരിഞ്ഞ് പോരുന്ന കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 16-20 കിലോമീറ്ററോളം തോന്നുന്നു അങ്ങോട്ട്. അപ്പം നമ്മൾ വൈഹി ഫോൾസും കൂടെ ഒന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം. അപ്പം നമ്മൾ വൈഹി ഫാൾസിൻ്റെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. ഇതുവഴിയാണ് നമ്മൾ ഇച്ചിരി നടക്കാനുണ്ട്, ഇറങ്ങി പോകേണ്ടത്.
കുറേ സ്റ്റെപ്പുണ്ട് കാര്യം. അടിപൊളി വെള്ളച്ചാട്ടമാണ് കണ്ടിട്ട്. അടിപൊളി ഒരു വെള്ളച്ചാട്ടമായിരുന്നു. ഇവിടെ ആരും ഇല്ല കേട്ടോ. നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര സൈലൻ്റ് ആണ്. ഒറ്റ മനുഷ്യന്മാരില്ല ഇവിടെ ഒന്നും. തിരിച്ച് നമുക്ക് കുറേ സ്റ്റെപ്പ് കയറാനുണ്ട്. കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം എന്തായാലും ഇന്ന് അടിപൊളിയൊരു യാത്രയായിരുന്നു. 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വന്നാലും ഈ വൈഹി ഫാളും കൂടെ കാണുവാണെങ്കിൽ നമുക്ക് മുതലാവുന്നൊരു യാത്രയാണ്. രസമുണ്ട്.